അല്ല, ഇമ്മന്ന് കുറച്ച് നേരത്തെ നീച്ചോ? ആ, ഇങ്ങളെ പോലെ മൂട്ടുക്ക് വെയിൽ ഉച്ചോളം കറന്നുറങ്ങിയിട്ടൊന്നേ എനിക്ക് ശീലല്ല. ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാക്കി കുടിച്ചണം എന്നുണ്ടെങ്കിൽ തന്നെത്താ നീച്ചുണ്ടാക്കി കുടിച്ചണം. അതാണ് അവസ്ഥ. പെണ്ണ ഒരുത്തി ഉണ്ടായിട്ടെത്താ കാര്യം? അപ്പൊ ഇമ്മക്ക് അത്രക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചൂടേനിയോ? ഇവിടെ ഞാൻ മാത്രല്ലല്ലോ, കുഞ്ഞോളും ഇല്ലേ? ആ, അപ്പൊ അത് ശരി. ഇന്റെ കുട്ടിയൊന്ന് വന്ന് നല്ലേക്ക് കടന്നുറങ്ങുന്നത് എനിക്ക് പിടിച്ചണില്ല അല്ലേ? അത് അവിടുന്ന് തന്നെ ആകെ ഇടങ്ങാറായി. ഒരുപോലെ കണ്ണടക്കാൻ പറ്റാതെ ഒരു സ്വൈര്യത്തിന് വേണ്ടിയിട്ടാണ് അവനാന്റെ പെരേക്കൊന്ന് വന്നിക്കണത്. അതൊന്ന് കടന്നുറങ്ങിക്കോട്ടെ. അവിടെ ഒരു 8-9 മണി വരെ കടന്നുറങ്ങിക്കോട്ടെ. അതിനെ വിളിച്ചാലും തൊളിച്ചാലൊന്നും പോണ്ട ജി. അതെന്തമ്മ അങ്ങനെ? എല്ലാരും കടന്നുറങ്ങണ നേരത്തെ തന്നെയല്ലേ ഓളും കടന്നുറങ്ങണത്. പിന്നെ ഓൾക്ക് മാത്രം എന്താ അത്ര പ്രത്യേകത 8 മണിക്കും 10 മണിക്കൊക്കെ നീച്ചോട്ടേന്ന്? അന്നോട് രാവിലെ തന്നെ വാദിച്ച് ജയിക്കാനൊന്നും ഞാനില്ല. എന്റെ കുട്ടികളെ ചൊകിന് ചിലപ്പോ ഒന്ന് കടന്നുറങ്ങിക്കോട്ടെ. എന്താ അവിടെ ഒരു ഒച്ചി വർത്താനൊക്കെ അമ്മ? ഇത്ര നേരത്തെ മനസ്സിലൊന്ന് ഉറങ്ങാനും സമ്മതിച്ചാതെ. നേരത്തെ ആ ക്ലോക്കൊക്കെ ഒന്ന് നോക്കിയാച്ചി. ഏതായാലും ജയ് ഇഞ്ചപ്പം നീച്ച നന്നായിക്കണ്. നമ്മള് രണ്ടാളും എടുത്താ തീരുന്ന പണിയുള്ളൂ ഈ പേരില്. അത് ശരി. അപ്പൊ ഞാൻ നീച്ച തരാൻ വേണ്ടി കണ്ടിച്ച് മനപ്പൂർവ്വം ഒച്ചി വർത്താനം ഉണ്ടാക്കിയേക്കാണില്ലേ? ഇത് കേട്ടിട്ട് ഉമ്മാക്കെത്തും പറയാല്ലേ? എടി, ഇന്റെ കുട്ടീന്റെ സ്വന്തം പേരേത്. മാസങ്ങൾ കൂടുമ്പോഴാണ് ഇന്റെ കുട്ടി ഒന്ന് വന്നുകാണ്ട് 1-2 ആഴ്ച ഒന്ന് പാർത്ത് പോണത്. അപ്പളെങ്കിലും അത് ചൊകരും ചേൽക്കൊന്ന് നല്ലേൽക്കൊന്നും ഇവിടെ കടന്നു നിന്ന് ഉറങ്ങി പോയിക്കോട്ടെ. അതിനാർക്കവിടെ ഇടച്ചില്? അങ്ങനെ പറഞ്ഞു കൊടുക്കിമ്മ. അല്ലെങ്കിൽ മോൾക്കൊരു വിചാരണ്ട് ഇവിടെ. ഓരോ ഇടച്ചിലും ഇല്ല. മര്യാദക്ക് തിന്നും കുടിച്ചും കടന്നുറങ്ങണെങ്കിലേ കുറച്ചൊക്കെ അടുക്കളയിൽ വന്ന് എന്തേലുമൊക്കെ സഹായിച്ചു തരേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അന്നങ്ങോട്ട് കെട്ടിയെടുത്ത് വിചാരിച്ചിട്ട് ഇജ്ജ് പറയുന്നതൊക്കെ അനുസരിച്ച് നിക്കണമെന്നാണോ? ചെലപ്പോ അതും വേണ്ടി വരും. പ്രത്യേകിച്ചേ നമ്മളമ്മക്ക് കുറച്ച് വൃത്തിയും വെടുപ്പും കൂടുതലുള്ള കൂട്ടത്തിലല്ലേ. അപ്പൊ കുറച്ച് എന്തേലുമൊക്കെ കണ്ടറിയേണ്ടി വരും. അതിന് ഞാൻ നിക്കണതേ അന്റെ പേരക്കാരെ ചെലവിലൊന്നല്ലല്ലോ. ഓഞ്ച പാപ്പാ, ഈ ഒരുമ്പട്ടോളെ കൊണ്ട് കുടുങ്ങിയാലോ പാപ്പാ. അപ്പുറത്തും മനസ്സന്മാരില്ലേ? ഇന്റെ പേരക്കാർക്കേ ഒരു പണിയില്ലല്ലോ അനക്ക് ചെലവിന് തരാന്. അല്ലെങ്കിൽ ഒരു കാര്യം ചേച്ചാ, അനക്ക് തോന്നുമ്പോ ഇങ്ങനെ നീച്ചു തരാനും വെറുതെ ഉത്തർക്കാനും ആണെങ്കിൽ ഒരാളെ നിർത്തിക്കാരന്റെ ചെലവിന്. എന്നാ പിന്നെ അന്റെ സൗകര്യത്തിൽ എനിക്ക് നീച്ചു വരിക, കടക്ക്, തിന്നെ, കുത്തർക്ക്, എന്താച്ചാ കാട്ട. അത് മതിയോ? മതി. ഒന്ന് നിർത്തണ്ടച്ച്. ഞങ്ങളെന്ന് ഒച്ചേ ഞങ്ങൾ അമ്മായിമാര് നാത്തൂമാരി മേലെ പൊന്തൂല. അതെങ്ങനെ? ഇതൊക്കെ പെരേത്തെ പഠിപ്പാകും. ഒച്ചി വിളിട്ടിട്ട് നാട്ടുകാരൊക്കെ അറിയിക്കണ്ടേ നോക്ക്. ഇത്ര പോരായ്മ ഉണ്ടെങ്കിൽ കുഞ്ഞോളെ വേഗം അടുക്കളയ്ക്ക് വരാൻ നോക്ക്. ഏതായാലും എന്റെ ഉറക്ക് പോയതല്ലേ. ഇതിനൊന്നേ ഓളെ പറഞ്ഞിട്ടൊരു കാര്യമല്ലമ്മ. നിങ്ങളെ മകനെ ഒരുത്തനില്ലേ, ഓനെ വിളിച്ചിട്ടേ 4 വർത്താനോട് പറഞ്ഞു കൊടുക്കി. ഓള് ഇവിടുന്നേ താനെ ഇറങ്ങുന്നത് കാണാൻ മക്ക്. ഇനിയിപ്പ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞോളെ. ഇമ്മാരെ കുട്ടി ചെന്നുകാണ്ട് എന്തെങ്കിലുമൊക്കെ ഓളപ്പൊന്ന് കാട്ടി കൂട്ടിക്കളാ. ഒന്ന് താളം കാട്ടിയാ മതി. ഇനിയിപ്പോ ഓനോട് ഇപ്പം അതൊക്കെ വിളിച്ച് പറഞ്ഞിക്കണമെങ്കിൽ അത് വേറെത്തെങ്കിലുമൊക്കെ പ്രശ്നമാകും. അല്ല, ഓള് പറഞ്ഞാലിപ്പം കാര്യമില്ലാതില്ലല്ലോ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഏച്ചിപ്പോൾ ഒരു പണി എടുക്കലില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം ഏതായാലും അതൊന്നും വേണ്ട. ചെല്ലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് താളം കാട്ടി പോരെ. ഇങ്ങോട്ട് നീച്ചാ അവിടുന്ന്. ഇങ്ങനെയാണെങ്കിൽ വല്യാക്കാൻ്റെ ഒപ്പം പോയി അവിടെ നിന്നാ മതീനി.
കൊട്ടാരം പോലത്തെ ഒരു വീടും ഒരു പണി എടുക്കണ്ട. ഇതിപ്പോ ഇളയ മകനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ കടിച്ചു തൂങ്ങി നിക്കല്ലേ. ഒക്കെ വിദ്യ. കുഞ്ഞോളെ ഇജ്ജ് വരുന്നില്ലേ? ഇതാ വരുന്നേ. കടന്ന് ചാകണ്ടടി. ഓരോരോ വലിയിടങ്ങേറ് റബ്ബേ, ഓരോരോ ഇടങ്ങേറ് തലക്കുമീതെ വരിക. പെൺകുട്ടികളെ കെട്ടിച്ചെടുത്തോർത്താണ് ഓരോരോ വലിയിടങ്ങേറ് കേക്കലൊക്കെ. ഇത് അവരാന്റെ സ്വന്തം പേരയിലാണ് ഇമ്മാരി ഓരോ മൂദേവികള് കാരണം. ആ എന്താ നോക്കിക്കണേ? വേഗം എടുത്താല് വേഗം നമ്മളെ പണി തീർക്കാം. അല്ല, അനക്ക് അടുക്കള പണിയാ ഇഷ്ടം അതോ പുറം പണിയാ? ഏത് വേണമെങ്കിലും എടുക്കാട്ടോ. ഇജ്ജ് അധികം കറന്ന് സുഖിക്കണ്ടടി. അനക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അവിടെ വല്യാക്കും താത്തേ 2 കജ്ജ് നീട്ടി സ്വീകരിച്ചാനേ തയ്യാറായി നിൽക്കാണ്. അനക്കേ മനസ്സിലായിക്കോളും. അവിടെ വല്യാക്കാരന്റെ അഞ്ചത്തി ആയിട്ടേ രാജകുമാരി ആയിട്ടേ ഒരു പണി ചെയ്യാതെ ഇരിക്കടി. കണ്ടജ്. ആഹാ, അത് നടക്കും. ഇജേ അധികം പരിഹസിക്കൊന്നും വേണ്ട. എനിക്ക് ആങ്ങളാരേ 2. ആ അതും ശരിയാ. ഇതൊക്കെ എന്താ ഞാൻ പറഞ്ഞിട്ടൊരു കൂസലില്ലാത്തത്? അനക്ക് ഞാൻ പോകൂല തോന്നുന്നുണ്ടോ? എന്നാലേ ആ പൂതി മനസ്സിൽ വെച്ചാ മതി. വല്യാക്കി താത്തേ ഇന്നെ എങ്ങനെ നോക്കരുതെന്നേ കാണിച്ചു തരാ ഞാനിട്ടാ. ആ എന്നാലേ ഇതുപോലെ ഒന്നും ആകൂല. ഇതിനേക്കാളേ ഇരട്ടി ഡോസിലാകുന്നു മാത്രം. എന്താ നോക്കണത്? ഇനി ഇവിടെ കൂടി പാർക്കാൻ വന്നാലേ അന്റെ ഈ കാൽമകാലായിട്ടുള്ള നടത്തോ ഇരുത്തോ കടത്തോ ഒന്നും നടക്കൂല. തിന്നണമെന്നുണ്ടെങ്കിൽ കുറച്ച് താടി അനങ്ങേണ്ടി വരും. ഈ സൂത്രം പറഞ്ഞതേ ഇജി പറഞ്ഞ വല്യാക്കാന്റെ താത്ത തന്നെയാണ്. എന്താ സംശയം ഉണ്ടോ എനക്ക്? നോക്കി നിക്കാതെ വേഗം ചെല്ലാൻ നോക്ക് രാജകുമാരിയെ. താത്തേ 2 കജ്ജ് നീട്ടി സ്വീകരിച്ചാ നിക്കണുണ്ടാകും പണി എടുപ്പിച്ച് കൊല്ലാന്. ഒലക്കണേ ഓല അങ്ങനെ പറയൂല. ഇതേ ഈജ അവസാനം വെച്ച് കുടുങ്ങുന്ന കണ്ടപ്പോഴേ ഉള്ള എന്റെ അടവാണ്. ആ ആയിക്കോട്ടെ, ഒക്കെ ഞാൻ സമ്മതിച്ചു. ഒക്കെ എൻ്റെ അടവാ. പക്ഷേ ഇന്ന് എൻ്റെ ഒപ്പം ഈ പണിയൊക്കെ എടുത്ത് തീർത്തിട്ട് പോയാൽ മതി. എന്നിട്ട് നമുക്ക് കാണാം. ആ കാണാം. ആ ഇത്ര പെട്ടെന്ന് പണിയൊക്കെ തീർത്ത് കൊഴങ്ങി ഇരിക്കും ചെയ്തോജ്. ഈ ചെടികളൊക്കെ ആരാ നനക്കുക?
മുറ്റടിക്കലും ആ രണ്ട് പാത്രം കഴുകിയപ്പോത്തിന് കൊയങ്ങാൻ നിന്നാലേ കൊറച്ച് കഷ്ടാട്ടോ. ഇതും കൂടി ഒന്ന് നനക്ക്. പെണ്ണേ, എവിടെയാണ് ഈ പെണ്ണ്? ഇഞ്ഞും ഇങ്ങോട്ട് പുറത്തുനിന്ന് കൗത്തേക്ക് കേറി പോന്നിട്ടില്ലേ കുഞ്ഞോളെ? എത്തൊക്കെയാണ് ഇജാ പെണ്ണിനെ കൊണ്ട് കാട്ടിക്കൂട്ടണത്? ഈ കാലം വരെ എന്റെ കുട്ടി വെയിലേതാ മഴ ഏതാന്നറിയാതെ നോക്കി വളർത്തിയതാണ് അതിനെ. എന്നിട്ട് ആ വെയിലത്ത് അതിനെ പുറംപണിക്ക് വിട്ടേക്കാച്ച്. ഹൈ കുഞ്ഞോളെ, ഇമ്മാന്റെ കുട്ടി വന്നിട്ട് കേറി പോന്നാ ചൂലാട്ടിട്ടുണ്ട്. എവിടുന്നോ വന്നോള് പൊഞ്ച കുട്ടിനെ കൊണ്ട് കാട്ടിനെ കണ്ടില്ലേ? എന്നാ ഈ വെള്ളം കുടിച്ചുട്ടാ. അതിന്റെ മുഖമൊക്കെ ആകെ ഇങ്ങോട്ട് കരിവാളിച്ചിട്ടതാ. എന്നാ ഈ വെള്ളം കുടിച്ചുട്ടാ. പാവം, വല്ലാത്തൊരു കടുപ്പം തന്നെ ഇതൊക്കെ. കുടിച്ചണ കുടിയുണ്ടല്ലേ. ഇമ്മ അതത്ര കാര്യാക്കൊന്നും വേണ്ട ഇമ്മ. ഞങ്ങളും ഇതുപോലെ തന്നെ പുറംപണിയും അകമ്പണിയും ഒക്കെ എടുക്കലുണ്ട്. ഞങ്ങള് മരക്കും ഇതുപോലെ നല്ല ക്ഷീണം കുഴപ്പം ഉണ്ടാകലുണ്ട്. പിന്നെ ഇതുപോലെ ഇമ്മ വന്ന് ശ്രദ്ധിക്കാത്തോണ്ടാട്ടോ ഇമ്മക്ക് ഇതൊന്നും മനസ്സിലാകാത്തത്. ഇതുപോലെ ഇഞ്ഞും കാണാനുണ്ടിട്ടമ്മ. നോക്കിക്കോളി, കുഞ്ഞോൾ ഓരോന്ന് ചെയ്ത് കാണിച്ചു തരും. അല്ലടി?